ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് CPM-ൽ ഇപ്പോൾ വലിയ ഭിന്നാഭിപ്രായങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായി ഒരു പക്ഷം, സംസ്ഥാന സെക്രട്ടറിക്കെതിരായി മറ്റൊരു പക്ഷം. ഇപ്പോൾ കണ്ണൂരിലെ CPM-ലും വലിയ അഴിമതികളും മറ്റ് ആക്രമണങ്ങളും നടക്കുന്നതായാണ് മാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിക്കുന്നത്. നിലവിൽ DYFIയുടെ ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മനു തോമസ് CPM-നുള്ളിൽ നടക്കുന്ന പല വിഭാഗീയ പ്രവർത്തനങ്ങളും ഒപ്പം അഴിമതികളും അക്രമങ്ങളും ഒക്കെ പുറത്ത് ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. പാർട്ടി വിട്ടുവന്ന മനു തോമസിന് ഗുണ്ടാ സംഘങ്ങളുടെ വരെ ഭീഷണിയും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മനു തോമസിലൂടെ അല്ലെങ്കിൽ മനു തോമസ് പാർട്ടിക്കുള്ളിലെ നേതൃത്വത്തിനെതിരായി വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് പാർട്ടിയെ തന്നെയാണ് ബാധിക്കുന്നത് എന്ന തരത്തിൽ വലിയൊരു മറുപടിയുമായി വലിയൊരു പ്രസ്താവനയുമായി CPIയുടെ നേതാവായ ബിനോയ് വിശ്വം എത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഇത് CPM-നുള്ളിൽ നടക്കുന്ന വിഷയമാണെങ്കിൽ പോലും ഇത് മുന്നണിയെ എല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് വ്യാപിക്കുവാൻ സാധ്യതയേറെയുണ്ട്. കേരള ജനതയ്ക്ക് മുൻപിൽ സർക്കാരിനെതിരായി ഇപ്പോൾ വലിയ ജനവിരുദ്ധ വികാരമുണ്ട്. ആ വികാരത്തിന്റെ ആക്കം കൂട്ടുന്ന തരത്തിലേക്കാണ് ഈ വാർത്ത പോകുന്നത് എന്ന ബോധ്യം ഉണ്ടാകണമെന്ന് കൂടി CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പറയുന്നു. CPM-ൽ നിന്ന് പുറത്തുപോയതിനെ തുടർന്ന് മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് കണ്ണൂരിലെ ചില CPM നേതാക്കൾക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ P. ജയരാജൻ വിഷയത്തിൽ പ്രതികരിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് വിഷയം വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വം CPM-നെതിരായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തു വരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. അതായത് ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നത് CPM-നെ മാത്രമല്ല, അത് ചെങ്കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന എല്ലാ മുന്നണികളെയും ഘടകകക്ഷികളെയും ബാധിക്കുന്നതാണ് എന്ന ബോധ്യം CPM-ന് ഉണ്ടാകണമെന്ന് വരികൾക്കിടയിലൂടെ പറയുകയാണ് ബിനോയ് വിശ്വം. സമൂഹ മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷകവേഷം കിട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പൊറുക്കാനാവുന്നില്ലെന്നും ബിനോയ് വിശ്വം പ്രസ്താവനയിൽ പറയുന്നു. കടുത്ത ഭാഷയിൽ തന്നെയാണ് ബിനോയ് വിശ്വം നേതാക്കന്മാരെയും നേതൃത്വത്തെയും വിമർശിക്കുന്നത്. ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ CPM-ന് സാധിക്കണമെന്നും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്കു ചെറുതല്ല. ഇടതുപക്ഷം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുവെന്ന് ചിന്തിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ കൂട്ടരാണ്. അവരിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത മുന്നേറാനാകും. നിലവിലിപ്പോൾ CPM-ന്റെ കണ്ണൂരിലെ നേതൃസ്ഥാനത്ത് നിന്നുള്ള പല നേതാക്കന്മാരും ചെയ്യുന്ന പ്രവർത്തികൾ ബാധിക്കുന്നത് എല്ലാവരെയും ആയിരിക്കും. അവരെ ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ CPIക്ക് സ്വമേധയാ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വരും. ആ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ CPM-ൽ നിന്ന് അകൽച്ച പാലിക്കുന്നത് തന്നെ ആയിരിക്കുവാനും സാധ്യതയുണ്ട്. പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട്. അവരുടെ കൂറും വിശ്വാസവുമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലുത്. ചീത്തപ്പണത്തിന്റെ അജ്ഞാനവർത്തികളായി മാറി അധോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ്. അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതായത് ജനങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇത്തരത്തിൽ അധോലോകങ്ങളുമായി ബന്ധം പുലർത്തുന്നവരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അഴിമതി കാണിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് CPM-ന് ഉപദേശം നൽകുകയാണ് ബിനോയ് വിശ്വം. CPM-ന്റെ ഇത്തരത്തിലുള്ള പല നടപടികളിലും ചീത്തപ്പേരുണ്ടാകുവാൻ പോകുന്നത് ഘടകകക്ഷികൾക്കും LDF-നും മൊത്തത്തിലും കൂടിയാണ് എന്ന ബോധ്യം CPM-ന് ഉണ്ടാകണമെന്ന താക്കീതും അദ്ദേഹത്തിന്റെ ഭാഷയിൽ വ്യക്തമാണ്. ഇതോടുകൂടി കണ്ണൂരിലെ രാഷ്ട്രീയ പോര് കേവലം കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന ബോധ്യം CPM-ന് ഉണ്ടാകണമെന്ന് CPI പറയുകയാണ്. ഇത് കേരളത്തിലെ ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്ന, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ വലിയ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് BJPക്ക് അനുകൂലമായ തരത്തിലേക്ക് മാറുന്നുണ്ട്. അങ്ങനെയായിരുന്നു 2019-ലും 2024-ലും ഒക്കെ ഇടതുപക്ഷം ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയതെന്ന ബോധ്യം കൂടി CPM-ന് ഉണ്ടാകണമെന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രകടമായി കാണാൻ സാധിക്കും.